ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമെല്ലാം ഇന്ത്യയിലേക്ക് നോക്കി ഇരിപ്പാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ 8 പേരിൽ ഒരാൾ ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് തീരുമാനിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. 96 കോടി ജനമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്, വോട്ട് ചെയ്യുന്നു. വലിയൊരു ഒരു വോട്ടിംഗ് രീതി ലോകത്ത് എവിടെയും നമുക്ക് ദൃശ്യമാകാൻ കഴിയില്ല. അതായത് എല്ലാവരെ കൊണ്ടും വോട്ട് ചെയ്യിക്കുന്നു, ഇല്ലെങ്കിൽ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പോളിംഗ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവരുടെ വോട്ട് സ്വീകരിക്കും. ഇതിന് മുൻപ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. അരുണാചൽ പ്രദേശിൽ, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. അവിടെ ഒരു വോട്ടർ ആണ്, 37 വയസ്സുകാരിയാണ്. അവർ ഒരു ഉൾക്കാട്ടിലാണ്. അവിടെ നിന്ന് അവർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. അവിടേക്ക് നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ 2 ദിവസം കാട്ടിലൂടെയും മറ്റും യാത്ര ചെയ്ത് ആ ഒരു വോട്ടിന് വേണ്ടി പോവുകയും വോട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. നമ്മുടെ അയൽരാജ്യങ്ങളെല്ലാം പട്ടാളം ഭരണത്തിന് കീഴിൽ അമരുമ്പോൾ നാം ഇപ്പോഴും വോട്ട് ചെയ്ത് നമ്മുടെ ഭരണാധികാരി ആരെന്ന് നാം തന്നെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അടുത്ത് വരുന്ന വാർത്തകളെല്ലാം തന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ ആര് അധികാരത്തിൽ വരും എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് റെഡിയാക്കിയിരിക്കുന്നില്ല, റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് BBC ആണ്. BBC കുറിച്ച് നമുക്കറിയാം, എപ്പോഴും ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, മോദി വിരുദ്ധ മാധ്യമം തന്നെയാണ് BBC. ആ BBCയുടെ ഒരു റിപ്പോർട്ടും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ടൈംസ് നൗ ETG സർവേയുടെ ഒരു ഫലവുമാണ് നമ്മൾ ഇന്ന് അനാലിസിസിനായി എടുത്തിരിക്കുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് മാറുകയാണ്. സാധാരണഗതിയിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ട്രെൻഡിലല്ല നമ്മൾ പോകുന്നത്. കാരണം അടിത്തട്ടിൽ ഒരു വല്ലാത്ത മാറ്റം, ഒരു പുതിയ ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ് ടൈംസ് നൗവിൻ്റെയും ഒപ്പം തന്നെ BBCയുടെയും ഒക്കെ ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ട്രെൻഡ് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ചെറുതായിട്ട് മുൻപ് കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പോലും വളരെ സജീവമാണ് ഈ ട്രെൻഡ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ട്രെൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദേശീയത, മറ്റൊന്ന് ഹിന്ദുത്വം. ടൈംസ് നൗ ദക്ഷിണേന്ത്യയിൽ മാത്രം നടത്തിയ സർവേയിൽ അവിടുത്തെ 17% പേരാണ് ദേശീയതയെ പിന്തുണച്ചുകൊണ്ട് ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തെ ജയിപ്പിക്കണമെന്ന് പറയുന്നു. അവിടെ 16% പേർ ഹിന്ദുത്വം അതാണ് വേണ്ടതെന്നും ആ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടതെന്നും പറയുന്നു. ഇതൊരു വലിയ ചേഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലൊക്കെ സംബന്ധിച്ച് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു വലിയ ഒരു പോയിൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ട്രെൻഡായിട്ടോ ഒന്നും മാറിയിട്ടില്ല. നമുക്കറിയാം, ഹിന്ദു വിരുദ്ധ പാർട്ടികൾ തന്നെയാണ് ഭൂരിപക്ഷവും മത്സരിക്കുന്നത്, അധികാരത്തിൽ വരുന്നതുമൊക്കെ ദക്ഷിണേന്ത്യയിൽ. പക്ഷെ അവിടെ പോലും ഈ 2 കാര്യങ്ങൾക്ക് ഒരു വലിയ ശതമാനം പേർ, 16% എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല, 16% പേർ ഹിന്ദുത്വത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നു, 17% പേർ ദേശീയതയെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. BBCയുടെ ആ റിപ്പോർട്ട് പ്രകാരം BBC പറയുന്നത് ഒരു വലിയ ഹിന്ദുത്വം, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് ഒരു വലിയ ഹിന്ദുത്വം ഉണർന്നിട്ടുണ്ട്. അതിനവർ പ്രധാന കാരണമായി പറയുന്ന രാമക്ഷേത്രമാണ്. ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി വിപുലമായ രീതിയിലുള്ള പരിപാടികളായിരുന്നു സംഘപരിവാർ രാജ്യമെമ്പാടും നടത്തിയത്. BJP അതിന് വേണ്ട എല്ലാവിധ പരസ്യങ്ങളും നൽകിയിരുന്നു. അതെല്ലാം ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ഉള്ള ആ ഒരു തരംഗം, ഒരു ഹിന്ദുത്വത്തിൻ്റെ തരംഗം ദക്ഷിണേന്ത്യയിൽ പ്രകടമല്ല എങ്കിൽ പോലും ദക്ഷിണേന്ത്യയിലും അത്തരത്തിലൊരു തരംഗം ഉണ്ട് എന്നുള്ളതാണ്. അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടറുടെ മനസ്സിൽ ഒരു ഹിന്ദു ബോധം സൃഷ്ടിച്ചെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം മതേതരത്വം എന്ന് പറയുകയും ആ മതേതരത്വത്തിനൊപ്പം നിൽക്കുന്ന മനസ്സായിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെങ്കിൽ അത് മാറി തുടങ്ങിയിരിക്കുന്നു. ഹിന്ദു എന്ന് അഭിമാനം കൊള്ളുകയും ഹിന്ദുത്വത്തിൽ അടിയുറച്ച് നീങ്ങുകയും ചെയ്യുന്ന ഒരു ശതമാനം ഉയർന്നു വന്നിരിക്കുന്നു. അതൊരു വോട്ട് ബാങ്കായി മാറുകയാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. ഈ ഇന്ത്യയുടെ മാറുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ കണ്ടു. അതിൽ സ്ത്രീ വോട്ടർമാർ എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് നരേന്ദ്രമോദിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. യുവാക്കളുടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതൊന്നും അവർ പണിപ്പെടാതെ തന്നെ അണിയറയിൽ ഒരു വോട്ട് ബാങ്ക് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതൊന്ന് ഹിന്ദുത്വമാണ്, മറ്റൊന്ന് ദേശീയതയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2014 ശേഷമാണ് ഈ ദേശീയത എന്നൊരു വികാരം വലിയ രീതിയിൽ നമുക്ക് അലയടിച്ചു വരുന്നത്. കാരണം ലോകത്തെവിടെയും നമ്മളുടെ ഒരു പൗരന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം പിണഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്ന ഒരു ഭരണാധികാരി എന്ന പേരാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഇതിനു മുമ്പ് അമേരിക്കയ്ക്കും ഇസ്രായേലിലുമൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു ഖ്യാതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് നരേന്ദ്രമോദിക്കാണ്. കഴിഞ്ഞ ദിവസം കപ്പലിൽ 17 ഇന്ത്യക്കാർ കുടുങ്ങിയപ്പോഴും ഈ രാജ്യത്താർക്കും ഒരു കുലുക്കമുണ്ടായിരുന്നില്ല.
അവർ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളപ്പോൾ നിമിഷ നേരം കൊണ്ട് അവരെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഈ യുദ്ധം നടക്കുന്ന ഭൂമിയിലായാലും ഉക്രൈനിലായാലും ഒക്കെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പൗരന്മാരെ എത്തിക്കാൻ കരുത്തുള്ള ഒരു കരുത്തനായ ഭരണാധികാരിയായി നരേന്ദ്രമോദി നിൽക്കുന്നു. ഇന്ത്യ എന്നൊരു വികാരം ഉയർന്നു നിൽക്കുന്നു. ഇവിടെയാണ് ദേശീയതയ്ക്ക് വലിയ പിന്തുണ ദക്ഷിണേന്ത്യയിൽ പോലും ലഭിക്കുന്നത്. നമുക്കറിയാം, കട്ടിംഗ് സൗത്തുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊരു അടി തന്നെയാണ് ഈ ശതമാനക്കണക്കുകൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇപ്പോൾ POK പാക് ഒക്യുപ്പൈഡ് കാശ്മീറൊക്കെ പിടിച്ചെടുക്കണമെന്ന് നമ്മുടെ ഭരണാധികാരികൾ പറയുമ്പോൾ വലിയ രീതിയിൽ അതിന് പിന്തുണ ലഭിക്കുന്നതിൻ്റെ കാരണം ഈ വർദ്ധിച്ചു വരുന്ന ദേശീയത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ എന്നൊരു വികാരം അത് പുറം രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് വളരെ അധികമാണ്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് താമസിക്കുന്നവർക്കും ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ദേശീയതയും ഹിന്ദുത്വവും. ഒരുപക്ഷെ BJP ചിന്തിക്കുന്നത് ഹിന്ദുത്വ ദേശീയതയാണ്. അധികം വൈകാതെ ഒരുപക്ഷെ ഈ ഹിന്ദുത്വവും ദേശീയതയും സംയോജിച്ച് ഒരു ഹിന്ദുത്വ ദേശീയതയിലേക്ക് മറിയാനും അധികം സമയം വേണ്ടി വരില്ല. ഏതായാലും BBC പറയുന്ന ആ കാര്യവും അത് തന്നെയാണ്. ഈ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വലിയ ഹിന്ദുത്വ ബോധം ഉണർത്തിയിട്ടുണ്ട്, ഒരു ഹിന്ദുത്വത്തിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്ന മറ്റ് കാര്യങ്ങളിലെല്ലാം, അതായത് വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അടിത്തട്ടിൽ ഇങ്ങനെ ഒരു വികാരം വളരെ സജീവമാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരമൊരു വികാരം കത്തിജ്വലിപ്പിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും BJP പോലും രംഗത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവർ വോട്ട് തേടുന്നത്, BJP പ്രധാനമായി വോട്ട് തേടുന്നത് അവരുടെ വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ അവർ ഹിന്ദുത്വം പറഞ്ഞിരുന്നു. ഹിന്ദുത്വം പറഞ്ഞവർ വോട്ട് നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ 2 തവണയായിട്ട് 2019 വരുന്ന 2024 ഒന്നും അവർ എങ്ങും ഹിന്ദുത്വം പറഞ്ഞ്, അവരുടെ നേതാക്കന്മാരെങ്ങും ഹിന്ദുത്വം പറഞ്ഞ് കേട്ടിട്ടില്ല, ദേശീയത പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗിൻ്റെയൊക്കെ പ്രസംഗത്തിൽ ദേശീയതയെ ഊന്നി പറയുന്നുണ്ട്. അത് പാകിസ്ഥാനെതിരെയുള്ള ഒരു അറ്റാക്കിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇവിടെയൊക്കെ 2 തരത്തിലൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് BJPക്ക് കുറച്ചുകൂടി ഗുണകരമാകുന്ന തരത്തിലാണ് ഈ 2 ശതമാനക്കണക്കുകളും വന്നിരിക്കുന്ന ഈ 2 വിഭാഗം വോട്ട് ബാങ്കുകളും രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വോട്ട് ബാങ്ക് BJP അവരുടെ നിലപാടിൽ മാറ്റം വരുത്താതെ മുൻപോട്ട് പോയാൽ എല്ലാ കാലവും അവരോടൊപ്പം നിൽക്കുന്ന ഒരു വോട്ട് ബാങ്ക് ആയിരിക്കും. അത് പ്രത്യേകിച്ച് ഹിന്ദുത്വം എന്ന് പറയുന്ന വോട്ട് ബാങ്ക്. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരും മറ്റും ഉണ്ടാകും. പക്ഷേ ഹൈന്ദവൻ, ഹിന്ദുവാണ് എന്നൊരു ബോധമുള്ളവൻ, അവൻ ആ ഒരു രീതിയിൽ വോട്ട് ചെയ്യാനും ചിന്തിക്കാനും രാജ്യം എങ്ങനെ നീങ്ങണമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 2 മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ. ഒന്ന് ദേശീയ മാധ്യമമാണ് ടൈംസ് നൗ, മറ്റൊന്ന് അന്തർദേശീയ മാധ്യമമായ BBC. ഈ 2 മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ BBCയുടെയൊക്കെ റിപ്പോർട്ട് അവസാനിക്കുന്നത് പ്രതിപക്ഷം ശക്തമാണ് എന്നൊക്കെ അവർ സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ റിപ്പോർട്ടിങ് പോകുള്ളൂ. പക്ഷേ അവർക്കും പറയാതിരിക്കാൻ കഴിയില്ല, ഇന്ത്യയിൽ ഈ ഹിന്ദുത്വത്തിനും ദേശീയതയ്ക്കും ഒരു വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന്. ഇത് തന്നെയാണ് ഇപ്പോൾ നാം അറിയാതെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡും. ഇതാണ് ന്യൂസിൻ്റെ നമ്മളൊരു പോയിൻ്റ്. നന്ദി, നമസ്കാരം.